എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 12-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷകൾ ഏതൊക്കെയാണ്? നിലവിൽ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എപ്പോൾ എടുക്കാൻ കഴിയും എന്ന്, അതിൻ്റെ തുകയും ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും എന്നുള്ളത് പലപ്പോഴായിട്ട് വാട്സപ്പിലൂടെ നമ്മളോട് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ ആദ്യം പറയുന്നത്. ഇതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ മറികടന്ന് പല വ്യാജ വാർത്തകളും നിലവിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ പദ്ധതി വലിയൊരു പദ്ധതി തന്നെയാണ്. ഇതിലേക്ക് 10 കോടി രൂപ മാത്രമാണ് ബജറ്റിൽ വകയിരുത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിന്നിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അതിന് വിശദീകരണം നൽകിയത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള തുകയാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 2027 ഈ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വരും എന്നുള്ളതാണ് വിവരം. എല്ലാവർക്കും സഹായം ലഭിക്കും. ചേരുന്ന എല്ലാവർക്കും, അതായത് ഈ പദ്ധതിയിലേക്ക് പ്രത്യേകിച്ച് ചേരേണ്ടി വരും. നിലവിൽ കാരുണ്യ കാസ്പ് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട തുക കൂടിയാണത്. ആ പദ്ധതിയെ മറികടന്ന് 25 ലക്ഷം രൂപയുടെ ചികിത്സ സംസ്ഥാനത്ത് എല്ലാവർക്കും എത്തിച്ചേരുന്നത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ എത്തിച്ചുകൊണ്ട് അവരെ കൊണ്ട് നടപ്പിലാക്കിക്കുന്ന രീതിയാണ്. ഇതിന് നിശ്ചിത പ്രീമിയം അടയ്ക്കേണ്ടി വരും. വരുമാന പരിധി നിശ്ചയിച്ചതിന് ശേഷം അതിന് താഴെ ഉള്ളവർക്ക് സൗജന്യമായും മുകളിലുള്ളവർക്ക് നിശ്ചിത പ്രീമിയം ഫീസോട് കൂടിയായിരിക്കും ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. കൂടുതൽ ആളുകൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കും എന്നുള്ളതിന് തെളിവായി ഇത് മാറും. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനികളോടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. അതേസമയം സംസ്ഥാനത്ത് നിലവിലുള്ള പരമ്പരാഗത ഇൻഷുറൻസ് പദ്ധതികളായിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷ, കാസ്പ് പദ്ധതി, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് 2 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്ന പദ്ധതിയെല്ലാം അതുപോലെ തന്നെ തുടരും. ഇതിന് പുറമെയാണ് ഈ ഇൻഷുറൻസ് പ്രീമിയം മേടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന നിരവധി സഹായങ്ങൾക്കും നികുതി അടയ്ക്കുന്നതിനും ഉൾപ്പെടെ ഇപ്പോൾ ഹരിതകർമ്മ സേനയ്ക്ക് ഫീസ് നൽകിയിട്ടുള്ള റെസീറ്റ് വേണം. എന്തിനാണ് യൂസർ ഫീ, എത്രയാണ് നൽകേണ്ടത് എന്ന് പല ആളുകൾക്കും സംശയമാണ്. ഇത് വർഷാവർഷം വർദ്ധിപ്പിക്കുമോ എന്നും പല ആളുകളും ചോദിക്കാറുണ്ട്. പ്രവർത്തന ചെലവ്, വീടുകളിൽ നിന്നും വാങ്ങുന്ന പണം ഒരു പിഴയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. മറിച്ച് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സേവന വേതനം മാത്രമാണത്. മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഇന്ധനം, ചാക്കുകൾ, തൊഴിലാളികളുടെ സുരക്ഷാ ഉപകരണങ്ങൾ, അതായത് ഗ്ലൗസ്, മാസ്ക്, യൂണിഫോം ഉൾപ്പെടെ ചെലവ് കണ്ടെത്തുന്നത് ഈ കൊടുക്കുന്ന യൂസർ ഫീയിൽ നിന്നുമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകുന്നില്ല. പൊതുജനങ്ങൾ നൽകുന്ന യൂസർ ഫീസാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അവർ ശേഖരിക്കുന്നതും ശേഖരിക്കാത്തതുമായ മാലിന്യങ്ങൾ ഇനി പറയുന്നവയാണ്. ആദ്യം ശേഖരിക്കുന്നത് അജൈവ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് കവറ്, മിനറൽ വാട്ടർ കുപ്പികൾ, പാൽ കവറുകൾ, ഷാംപൂ, ഡിറ്റർജന്റ് കുപ്പികൾ, കാർഡ്ബോർഡുകൾ, ഗ്ലാസ് കുപ്പികൾ, അലുമിനിയം, ലോഹ വസ്തുക്കൾ എന്നിവയാണ് പ്രധാനമായും ശേഖരിക്കുന്നത്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഈ വേസ്റ്റും സ്വീകരിച്ചു തുടങ്ങും. ശേഖരിക്കാത്ത ജൈവ മാലിന്യങ്ങൾ ഇവയാണ്: ഭക്ഷണ പദാർത്ഥങ്ങൾ, മീൻ, ഇറച്ചി അവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവ ഹരിതകർമ്മസേന സാധനങ്ങളായി ശേഖരിക്കില്ല. ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് യൂണിറ്റുകളോ ബയോഗ്യാസ് പ്ലാന്റുകളോ ഉപയോഗിച്ച് ഓരോരുത്തരും സ്വന്തം
വീടുകളിൽ തന്നെ സംസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ MCF കേന്ദ്രങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സോളിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം മാലിന്യ ഉറവിടത്തിൽ നിന്ന് തന്നെ തരംതിരിച്ച് നൽകേണ്ടതാണ്. ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണിത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും ശിക്ഷാർഹമാണ്. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി വേണം നൽകാൻ. ബ്ലേഡ്, സൂചി, പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ എന്നിവ സേനാംഗങ്ങൾക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ പ്രത്യേകം പൊതിഞ്ഞ് സൂക്ഷിച്ച് വേണം നൽകാൻ. പല തദ്ദേശ സ്ഥാപനങ്ങളിലും മാലിന്യ ശേഖരം കൂടുതൽ സുതാര്യമാക്കാൻ GPS ട്രാക്കിങ്ങും യൂസർ ഫീസ് ഡിജിറ്റൽ രസീറ്റും നൽകുന്ന രീതി നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂസർ ഫീ എത്രയാണ് എന്ന് കൃത്യമായി അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ് തീരുമാനിക്കുന്നത്. കേരളത്തിൽ പൊതുവെ പഞ്ചായത്തുകളിൽ മാസം 50 രൂപയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ പരമാവധി 70 രൂപ മുതൽ 100 രൂപ വരെയുമാണ് നൽകി റെസീറ്റ് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷൻ, ഓണ പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു 2 മാസത്തെ പെൻഷൻ കിട്ടുമോ എന്നുള്ളത്. 2 മാസത്തെ അല്ല, ഈ ഒരു മാസത്തിനിടക്ക് വരാൻ പോകുന്ന ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും ഒക്കെ നോക്കുകയാണ് എങ്കിൽ 6000 രൂപയായിരിക്കും പെൻഷൻ ഓണത്തിന് മുമ്പ് ലഭിക്കാൻ പോകുന്നത്. ഈ മാസത്തെ പെൻഷൻ, ജൂലൈ പെൻഷൻ ഈ 23-ാം തീയതി 24-ാം തീയതി ഒക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. അത് വിതരണം ചെയ്ത് ഏകദേശം ഒരു 10-20 ദിവസം ആകുമ്പോഴേക്കും അടുത്ത ഓണ പെൻഷൻ വിതരണവും ആരംഭിക്കും. ഓണ പെൻഷൻ നേരത്തെ തന്നെ വിതരണം ചെയ്യും. അതോടൊപ്പം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം നൽകാനുള്ള സാധ്യതയുണ്ട്. അത് ഓണമായതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയതുകൊണ്ട് പെൻഷൻ നൽകിയേക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു 10-20 ദിവസം 25 ദിവസത്തിന് ഇടയിലായിട്ട് ഒരു 6000 രൂപയോളമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കയ്യിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുക. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഇന്ന് പവന് 360 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,320 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.